ആഹാരം ചോദിച്ചുകൊണ്ട് നിങ്ങളിൽ ആരാണ് ആദ്യം വീട്ടിനുള്ളിലേക്ക് കടന്നു ചെല്ലുന്നത് എന്ന് ചോദിച്ചാൽ ഇവർ തമ്മിൽ പരസ്പരം തർക്കിക്കുവാനൊന്നും നിൽക്കില്ല. പകരം ഒരു ചിരി ചിരിക്കും. അതിലെല്ലാം ഉണ്ട്. മുൻവശത്തെ വാതിൽ തുറന്നു കിടക്കുന്നത് ആദ്യം ആര് കാണുന്നു എന്നതിനെ അനുസരിച്ചാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും രണ്ടു പേർക്കും ഭക്ഷണ വിഷയത്തിൽ വല്ലാത്ത ഒരുമയാണ്. തികഞ്ഞ വെജിറ്റേറിയൻസിൻ്റെ കൂട്ടായ്മ എന്ന് തന്നെ വിശേഷിപ്പിക്കാം. നിതിനും പിതാവ് പ്രകാശനുമാണ് ഇവർ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ മിക്കവാറും ഭക്ഷണം നൽകുന്നത്. ബിസ്ക്കറ്റും പഴവും ഉണ്ടൻ ശർക്കരയുമെല്ലാം തരാതരം പോലെ എപ്പോഴും വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടാവും. വയറിൻ്റെ വലിപ്പത്തിലാണ് നേരത്തെ പറഞ്ഞ പഴഞ്ചൊല്ലിൻ്റെ പ്രസക്തി. കണ്ണൻ 15ഉം 20ഉം ബിസ്ക്കറ്റുകൾ ഒരൊറ്റ തവണ അകത്താക്കുമ്പോൾ അമ്മിണി ഏറിയാൽ 2ഓ 3ഓ അയ വെട്ടിവിടും. ചിലപ്പോൾ ആക്രാന്തം കാണിക്കുന്ന കണ്ണന് വേണ്ടി മാറിക്കൊടുക്കുകയും ചെയ്യും. പന്തിയിൽ അല്പം കുറുമ്പും കുണ്ടണിയും ഒക്കെ കാണിക്കാറുണ്ട് കണ്ണൻ. ഭക്ഷണം നൽകുന്നവരെ അതിനിടയിൽ നന്നായിട്ടൊന്ന് തടവി സുഖിപ്പിക്കുവാനും ഇവൻ മറക്കാറില്ല. അതും ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗം തന്നെ. ചില ദിവസങ്ങളിൽ വേണ്ടത്ര ഭക്ഷണം അകത്താക്കി കഴിഞ്ഞാലും അമ്പാടി കണ്ണൻ വീട്ടിനുള്ളിൽ നിന്നും പുറത്തിറങ്ങുകയില്ല. അവിടെയും ഇവിടെയും തൊട്ടും തലോടിയുമൊക്കെ അങ്ങനെ കറങ്ങി നിൽക്കും. അങ്ങനെ നിൽക്കുന്നതിനുള്ള ഒരു സുഖം അത്രയേ ഉള്ളൂ. കാര്യം രസകരമാണെങ്കിലും ചിലപ്പോൾ കഥയും തിരക്കഥയുമെല്ലാം മാറി മറിഞ്ഞു പോകാം. അതുകൊണ്ട് ഭക്ഷണ പരിപാടികൾ കഴിഞ്ഞാൽ ഇവനെ പുറത്തിറക്കുന്നതും ഈ വീട്ടുകാർക്ക് ഒരു ചടങ്ങാണ്. അതിന് കാർമ്മികത്വം വഹിക്കുന്നത് മിക്കവാറും വീട്ടുകാരത്തിയാണ്. അതിനുള്ള നമ്പർ ഇവരുടെ കൈവശമാണുള്ളത്. അച്ഛൻ്റെയും മകൻ്റെയും സൽക്കാരമെല്ലാം കഴിയുമ്പോൾ അമ്മ പതുക്കെ അടുക്കളയിൽ കയറും. അവിടെ സീസൺ അനുസരിച്ച് തണ്ണിമത്തനോ പൈനാപ്പിളോ ഒക്കെ സ്റ്റോക്ക് കരുതി വെച്ചിട്ടുണ്ടാവും. അതിലൊന്നെടുത്ത് 4-5 കഷണമാക്കി മുറിച്ച് വീടിന് പുറത്തേക്ക് പോകും. എന്നിട്ട് വാതിലിനരികിൽ നിന്ന് കണ്ണനെ അത് കാണിച്ച് നീട്ടി വിളിക്കും. കൊതിയൻ അത് കണ്ട് വെളിയിലേക്ക് ഇറങ്ങി വരും. അമ്മയുടെ കയ്യിൽ നിന്നും അവൻ തണ്ണിമത്തൻ വാങ്ങി കഴിക്കുന്ന നേരം കൊണ്ട് മുൻവശത്തെ വാതിൽ ആരെങ്കിലും അകത്തു നിന്നും അടയ്ക്കും. അങ്ങനെ കണ്ണൻ പുറത്തിറങ്ങുകയായി. സ്വാതന്ത്ര്യം അതിൻ്റെ സമസ്ത ഭാവങ്ങളോടെയും ആസ്വദിക്കുന്ന ഒരു ആനക്കുട്ടിയെ കാണണമെങ്കിൽ കളരിക്കാവ് പ്രകാശിൻ്റെ വീട്ടിലേക്കെത്തണം. കളിയും ചിരിയും സ്നേഹപ്രകടനങ്ങളുമെല്ലാം വീട്ടിന് വെളിയിൽ എന്ന് പറഞ്ഞ് അതിനെ മാറ്റി നിർത്താൻ ആ വീട്ടിലെ ഒരംഗവും തയ്യാറാകുന്നില്ല. കിടപ്പുമുറിയിലും അടുക്കളയിലും ഇത്ര സ്വാതന്ത്ര്യത്തോടെ കടന്നു ചെല്ലാൻ കഴിയുന്ന ഒരു ആനക്കുട്ടി വേറെ ഏതാണുള്ളത്? അതെ, ഇത് കളരിക്കാവ് കണ്ണന് മാത്രം കിട്ടുന്ന സ്വാതന്ത്ര്യമാണ്.